ഫസ്റ്റിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. സുഹൃത്തുക്കളെ, ഇത് പച്ച വീട്ടിൽ പ്രശ്നേഷ് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമായിരിക്കും. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതൊന്നുമല്ല. എല്ലാവരും ഇതിനെ വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവൻ മിക്കവാറും അടുത്ത മാസം തന്നെ ഒരു പുതിയ കാറ് ബുക്ക് ചെയ്യും. അതിലേക്കുള്ള ഒരു ചെറിയ ഏർപ്പാട് മാത്രമാണിത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഈ എന്താണ് സുഹൃത്തുക്കളെ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ഫാമിലി വ്ളോഗ്, അങ്ങനെ കുടുംബക്കാരും കൂട്ടുകാരും അനിയത്തിനും ചേച്ചിനും ഭർത്താവിനും ഭാര്യനൊക്കെ എല്ലാവരും കൂട്ടി വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവരെ കണ്ടന്റ് ആളുകൾക്ക് മടുത്തു. ഇവരെ കണ്ടന്റ് പരിപൂർണമായിട്ട് ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഭയങ്കര ബോറായിരിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ അത് പറഞ്ഞിരുന്നത്. ഇവൻ ഈ കാട്ടിക്കൂട്ടുന്നല്ല അഭിനയാണ്. ഇത് ഒരുപക്ഷെ ഇവനും ഇവന്റെ ഭാര്യയും ഇവന്റെ അനിയത്തിയും ഇവന്റെ അമ്മയും എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഒരു പ്ലാനിങ് ആണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ വീഡിയോസ് ഒന്നും ആരും കാണില്ല. ഇവനൊരു മഹാപ്രശ്നക്കാരനാണ്, ഇവൻ എപ്പോഴും ഭയങ്കര ക്ലീനിങ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അനിയത്തി രംഗത്ത് വന്നിട്ടുള്ളത് ഇവൻ കക്കൂസിൽ പോയ ചന്തി പോലും കഴുകാറില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരുത്തരാണ് ഇങ്ങനെ വലിയ ക്ലീനിങ് ഒക്കെ നാട്ടുകാർ മുമ്പിൽ കാണിക്കുന്നത്. ഈ ക്ലീനിങ് ഓവർ ക്ലീനിങ് കാണിക്കുന്ന ആളുകൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നെഗറ്റീവ് കമന്റോട് കൂടിയിട്ടെങ്കിൽ തന്റെ വീഡിയോസ് ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്കൻ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. ഇപ്പോ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഇവന്റെ അമ്മ ഇവന് പുറത്താക്കുന്നതാണ്, ഇവന് അനിയത്തി പുറത്താക്കുന്നതാണ്. ഇവൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അനിയത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ വിറ്റാണ്. അനിയത്തിയെ കുറിച്ച് ഈ ഒരു മൊയന്ത് പറയുന്നത് അനിയത്തിക്ക് കുറെ ആൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്, എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടല്ലോ, ആ ഒരു അസുഖം അനിയത്തിക്ക് ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോഴും ഈ ഒരു ചെറുപ്പക്കാരൻ പരസ്യമായിട്ട് വന്നത് പറയുന്നത്. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അമ്മയെ കെട്ടിപ്പിടിച്ച് അനിയത്തിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്ന വീഡിയോ കൂടി വരും. അപ്പോഴത്തേക്കും ഇവന്റെ വീഡിയോ വൈറലാവും. ഇപ്പൊ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവൻ ഇപ്പൊ വിട്ട ഈ തന്തേനും തള്ളയും കുറ്റം പറഞ്ഞുകൊണ്ട് അനിയത്തിനും കുറ്റം പറഞ്ഞുകൊണ്ട് ഇട്ട ഈ വീഡിയോ നിങ്ങൾ കേട്ടിരിക്കും. ഇതേ വീഡിയോ തന്നെ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. എന്തുകൊണ്ടാണത്? ഇൻസ്റ്റാഗ്രാമിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായാൽ അത് കോപ്പറേറ്റ് അടിക്കൊന്നുമില്ല, അത് വളരെ ഈസി ആയിട്ട് അവിടെ കടന്നു പോയിക്കോളും. പക്ഷെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിക്കും. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒരു സാഡ് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് പ്ലാനിങ് ആണ്. ഒപ്പം തന്നെ യൂട്യൂബിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കാണാം, ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഇവന്റെ ഇന്നലെ ഇട്ട വീഡിയോ 1/2 മണിക്കൂറാണ്, 30 മിനിറ്റോളാണ്. നമ്മൾക്കൊരു 10 മിനിറ്റാണ് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒരു വീഡിയോ ഇടുക. ഇവൻ 30 മിനിറ്റാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ തന്നെ ലക്ഷക്കണക്കിന് വ്യൂസ് ഇപ്പൊ ഉണ്ട്. അതവിടെ കിടക്കട്ടെ. അപ്പൊ ലക്ഷക്കണക്കിന് വ്യൂസ് ഒരൊറ്റ ദിവസം കൊണ്ട് 1/2 മണിക്കൂർ വീഡിയോക്ക് കിട്ടുകയാണെങ്കിൽ എത്രത്തോളം അവന് വരുമാനം കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിട്ട് ആ വീഡിയോ പാർട്ട് 1 ആണ്. ഈ എന്ത് വല്ല സിനിമ എടുക്കുന്ന പോലെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ പാർട്ട് 1, വീട്ടിലത്തെ പ്രശ്നങ്ങൾ പാർട്ട് 2 എന്ന രീതിയിലാണ് ഈ നാരത്തരൊക്കെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നാരത്തരം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്കിപ്പോ വിചാരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, കേട്ടോക്കൂ. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ഭയങ്കര സൈക്കോണ്. ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാൻ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു, ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഒരു ചെറിയ നൈസ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പോകണ്ടില്ലേ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവന്റെ സങ്കട കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗംഭീര മ്യൂസിക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതേ മ്യൂസിക് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയില്ല, കാരണം യൂട്യൂബിൽ പണി കിട്ടും, കോപ്പറേറ്റ് അടിക്കും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തില്ല, യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇവനിട്ട വീഡിയോസിന്റെ പുറകിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത്, വളരെ വൃത്തിയുടെ പ്ലാൻ ചെയ്ത് വീഡിയോ എടുത്ത്
ആ വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒഴിവാക്കിയിട്ട് പാർട്ട് 1 എൻ്റെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇടുകയാണ്. ഈ യൂട്യൂബിന്റെ വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ അറിയുക, വേറെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ അറിയുക എന്ന് പറയുന്ന സ്വഭാവം മലയാളികൾക്ക് ഇപ്പോഴും വലിയ മാറിയിട്ടൊന്നുമില്ല. ഒരു വീട്ടിൽ അടിയായി, അമ്മ അടിച്ചു, അമ്മ പുറത്താക്കി, അമ്മേനെ പുറത്താക്കി, അച്ഛന് വേറെ ബന്ധമുണ്ട്, അച്ഛന് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ഉണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് വായിൽ ഭക്ഷണം വെച്ചിരുന്ന എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വീഡിയോസുകളൊക്കെ നല്ല കാഴ്ചക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവന് ആ ഒരു വഴിക്ക് നീങ്ങി പോകുന്നത്. ഇങ്ങനെ പൈസ ഉണ്ടാക്കിയ, വീട് വാങ്ങിച്ച, ഇങ്ങനെ പറമ്പ് വാങ്ങിച്ച, ഇങ്ങനെ ബസ് വാങ്ങിച്ച മുതലാളിമാരൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ രണ്ട് ഡാൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ള വയനാടൻ സംതിങ് ഏതോ ആൾക്കാരാണ് ഇങ്ങനെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അവൻ സെപ്പറേറ്റ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. സഡൻ ആയിട്ടാണ് ആ യൂട്യൂബ് ചാനൽ 1 lakh വ്യൂസ് വരുന്നു. 1-2 ദിവസത്തിൽ ആ 1 lakh വ്യൂസ് വരുന്നു. അപ്പുറത്ത് അമ്മയും അച്ഛനും അനിയനും കൂടിയിട്ട് വേറെ ഒരു കഥ ഉണ്ടാക്കുന്നു, ഇവപ്പുറത്ത് വേറെ കഥ ഉണ്ടാക്കുന്നു. രണ്ടിലും ഗംഭീര പ്രശ്നങ്ങൾ. ഇപ്പോഴും ഇതാ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് പഴയ പോലെ താമസിക്കുന്നു. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഒന്നിക്കുന്നു കുട്ടികളെ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവർ വീണ്ടും ഒന്നിക്കും. പക്ഷെ ആ ഒന്നിക്കുന്നതിന്റെ കിടക്ക് ഇവൻ ഈ പെങ്ങളെ പറ്റി പറഞ്ഞ് ഈ അപരാധങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കുന്നില്ല. ഒന്ന് കേട്ടു നോക്കി. അവൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം. ഇവിടെ 3000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭം ഇതൊക്കെ ഇട്ട് കൊടുത്തതും പണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഇത് അനിയത്തിക്ക് കൊടുത്ത കണക്കുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്തു നടക്കുന്നതല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷല്ല. അടിപൊളി. അമ്മക്ക് കാര്യം മനസ്സിലായി. എനിക്കിപ്പോ ഒരു നേരെയോട് വാരത്തിറങ്ങിയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ. എനിക്ക് മനസ്സിലായി ഇത്രയ്ക്ക് സെറ്റപ്പ് ആയിട്ടുള്ള ഭാര്യനെ എവിടുന്ന് കിട്ടിയെന്നിട്ടാണ്. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു അവനെ പോലെ തന്നെ കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 അശ്ലേഷ അനിയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഒരു കണക്ഷൻ, അവിടെ ഒരു കണക്ഷൻ, അപ്പുറത്തെ കണക്ഷൻ തുടങ്ങുമ്പോൾ ഈ കണക്ഷൻ കട്ട് ചെയ്ത് അപ്പൊ ഈ കണക്ഷൻ എന്ത് ചെയ്യും നോക്കൂ. സ്വന്തം അനിയത്തിക്ക് ആ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുമായിട്ട് ഇല്ലീഗലായിട്ടുള്ള കുറെ റിലേഷൻസ് ഉണ്ടെന്നാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഭാവിയോ ജീവിതം വേണ്ടേ, പുറത്തേക്ക് ഇറങ്ങി നടക്കണ്ടേ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവരാകെ മൊത്തം ഒരു അലമ്പ് ഫാമിലിയാണ്. ഒന്നെങ്കിൽ ഇവർ മഹാ അലമ്പ് ഫാമിലിയാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ അറിയാം ഇവർ അലമ്പാന്ന് അറിയാം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയില്ല, അല്ലെങ്കിൽ നാട്ടുകാരൊന്നും അറിയാതിരിക്കുന്ന ഇവരെവിടെയോ ഒരു ഉള്ളേരിയിൽ എവിടെയൊക്കെ പോയി താമസിക്കുകയാണ്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല, വാടകയ്ക്ക് ഇങ്ങനെ വീടൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതുതായിട്ടൊരു വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന് മാത്രമാണ് ഇപ്പൊ ഈ പ്രശ്നേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത് വിചാരിക്കുന്നത് അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.